ഹലോ ഗായ്സ്, അപ്പോൾ തുടങ്ങാം. ദുൽഖർ സൽമാനും റാണ ദഗുപതിയും ചേർന്ന് നിർമ്മിക്കുന്ന രചനയും സംവിധാനവും സെൽവമണി സെൽവരാജ് ചെയ്ത് പ്രധാന വേഷത്തിലായ ദുൽഖർ സൽമാൻ, ഭാഗ്യശ്രീ ബോസ്, സമുദ്രകനി എന്നിവരെത്തുന്ന പുതിയ സിനിമയാണ് കാന്ത. ആ സിനിമയുടെ ഒരു സോങ് അവർ റിലീസ് ചെയ്തിട്ടുണ്ട്. ദ റേജ് ഓഫ് കാന്ത എന്നാണ് ടൈറ്റിൽ. അതാണ് നമ്മൾ ഇന്ന് റിയാക്ട് ചെയ്യാൻ പോകുന്നത്. സോ ഇതിന്റെ മ്യൂസിക് കമ്പോസർ ജാനു ചന്ദറാണ്. ഈ പാട്ട് പാടിയിരിക്കുന്നത് സിദ്ധാർത്ഥ് ബസ്രൂറാണ്. ഇതിൽ ഇംഗ്ലീഷ് ലിറിക്സ് ഉണ്ടെന്ന് അത് ലൂണാർ പങ്കാണ് റിട്ടേൺ ചെയ്തിരിക്കുന്നത്. ആൻഡ് തമിഴ് ലിറിക്സ് ഉണ്ട്, അത് യോഗി ബി ആണ്. യോഗി ബി നിങ്ങൾക്കറിയാം, സർവേവയൊക്കെ പാടിയത് പുള്ളിയാണ്. ആൻഡ് ആ പാട്ട് നമുക്ക് റിയാക്ട് ചെയ്യാൻ വാ. ഇത് MK ത്യാഗരാജ ഭാഗവതർ, അതായത് ഹിസ്റ്റോറിയൻസ് പറഞ്ഞിട്ടുള്ളത് തമിഴ് സിനിമയിലെ ഫസ്റ്റ് സൂപ്പർ സ്റ്റാർ ത്യാഗരാജ ഭാഗവതർ എന്നാണ്. ആൻഡ് പുള്ളിയുടെ കഥ ആസ്പദമാക്കി ഒരു സൂപ്പർ സ്റ്റാർ വയസ്സിലുള്ള ഒരു ബയോപിക് പോലെയാണ് ഈ സിനിമ വരുന്നത്. ആൻഡ് ഈ സിനിമയുടെ മ്യൂസിക് ജാനു ചന്ദ്രാണ് ചെയ്തത്. ഞാൻ പറഞ്ഞ ഈ മ്യൂസിക്കിന് ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് ഇതിൽ തിയേറ്ററിലുള്ള റോൾസ് ഒക്കെ ഒരുപാട് ഉണ്ടാവും. മിക്കവാറും അടുത്ത നാഷണൽ അവാർഡ് എടുത്ത് വെക്കേണ്ട സമയമായി. സൂപ്പറായിട്ട് റാപ്പ് ചെയ്യും. ആൻഡ് എന്നെ അറിയാവുന്നവർക്ക് അറിയാം, എനിക്ക് തമിഴ് കൂടുതൽ ഈ റാപ്പും ആൻഡ് സോങ് ഒക്കെ ഒരുപാട് നല്ല ഇഷ്ടമാണ്. ആൻഡ് അതൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് എന്താ പറയാ എൻജോയ് ചെയ്യും. പിന്നെ ഞാനും എഴുതും, സത്യം പറഞ്ഞ ലിറിക്സ് ഒക്കെ നന്നായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ എഴുതുന്നതൊക്കെ. എനിക്കത് അതുകൊണ്ട് ഈ ലിറിക്സ് ഒക്കെ പെട്ടെന്ന് വരുമ്പോൾ ഇതിന്റെ മീനിങ് എന്താണ്, അത് ആ ഒരു സിറ്റുവേഷൻ എന്താണെന്നൊക്കെ എനിക്ക് പെട്ടെന്ന് ദുൽഖറിന്റെ ഒരു വേറിട്ട ക്ലാസ് ആക്ടിങ് ഉള്ള, എന്നുവെച്ചാൽ ഒരു എന്താ പറയാ ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു സൂപ്പർ സ്റ്റാർ പോലത്തെ ഒരു സിറ്റുവേഷൻസ് ഒക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. അതായത് ഒരു ഈഗോയിസ്റ്റ് അങ്ങനെയൊക്കെ ഇത് തോന്നുന്നുണ്ട്. പക്ഷെ എന്തായാലും കിട്ടില്ല, അഭിനയിക്കും അത് ഉറപ്പ്. ആടുകളത്തിൽ യോഗി ഇതേപോലെ ഒരു പാട്ട് പാടിയിട്ടുണ്ട്, പോർക്കളം வாழ்க்கை ഒരു പോർക്കളം പോരാടി പാർക്കണം. ആ ഒരു വൈബ്
ഇവർ തമ്മിലുള്ള ഒരു ക്ലാഷ് ഉണ്ടാവും. കാരണം ഈ സമുദ്രഖനിയിൽ ഞാൻ അറിഞ്ഞത് വെച്ച് ദുൽഖറിന്റെ ഒരു ആശാൻ അല്ലെങ്കിൽ ദുൽഖറിന് ഒരു ചാൻസ് കൊടുക്കുന്ന ഒരു പ്രൊഡ്യൂസർ എന്നൊരു രീതിക്കുള്ള ഒരു ക്യാരക്ടറാണ് സിനിമയിൽ പോർട്രേറ്റ് ചെയ്തതെന്നാണ് റിപ്പോർട്ട്സ് പറയുന്നത്. അങ്ങനെ ആവാനാണ് ചാൻസ് കൂടുതൽ. പിന്നെ ആ ഒരു ദുൽഖർ വളർന്നു വരുന്നു, ദുൽഖറിന്റെ ടാലന്റ് വെച്ച് അങ്ങനെ ഒരു പിരിയുന്നു, അങ്ങനെ ഒരു സെറ്റപ്പ്. അതുമായിട്ട് ബന്ധപ്പെട്ട് സമുദ്രഖനി ഭാഗ്യശ്രീ ബോയ്സിനെ ഇറക്കുന്നു, അതായത് ദുൽഖറിനെ താഴ്ത്താൻ വേണ്ടി. അങ്ങനെയൊക്കെ ഉള്ളത് അത് നമ്മൾ ടീസറിലൊക്കെ കണ്ടതാണ്, അതുപോലത്തെ സീൻസും കാര്യങ്ങളൊക്കെ ഉള്ളത്. പിന്നെ ദുൽഖർ റിയാക്ട് ചെയ്യുന്നതൊക്കെ. സോ അതായിരിക്കാം. പക്ഷെ ദുൽഖർ ഇതിൽ പിന്നെ പെടലെടുക്കും. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ചെയ്തതിനുള്ള കാര്യം നിങ്ങൾക്ക് കിട്ടിയിരിക്കും. യു വിൽ പേ ദ പ്രൈസ്. ദുൽഖർ സൽമാൻ ആൻഡ് സെൽവമണി സെൽവരാജ് நல்லா பண்ணி கொடுங்க. ആൻഡ് ലിറിക് വീഡിയോ സൂപ്പർ. രാജ് ഓഫ് കാന്ത പാട്ട് കിട്ടില്ല. പാട്ട് ഞാൻ പറഞ്ഞില്ലേ, ജാനു ചന്ദർ മ്യൂസിക്, ആ ഫസ്റ്റ് ആ മ്യൂസിക് പൊളി സാധനം. ആൻഡ് ഇതിൽ ദുൽഖറിന്റെ ആ ഓറ, സ്ക്രീൻ പ്രസൻസ്, ആ ഒരു എന്താ പറയുക സ്വാഗ് എല്ലാം കിട്ടില്ല. അമ്പോസ്കി സാധനങ്ങൾ. ഞാൻ പറയാം, സിഗ് വലിച്ച് നിൽക്കുന്നതും ചിരിക്കുന്നതും ആക്ടിങ് എല്ലാം, ആറ്റിറ്റ്യൂഡ് എല്ലാം, സ്വാഗൊക്കെ ഒരു രക്ഷയില്ല. അനി പാട്ടും കണ്ടില്ലേ, ഇംഗ്ലീഷിൽ റാപ്പ്, തമിഴ് റാപ്പ്, തെലുങ്ക് റാപ്പ് മൂന്നും ചേർത്താണ്. എല്ലാം ഉണ്ട്. യോഗി ബി പിന്നെ സിദ്ധാർത്ഥ് ബസ്രൂർ പാടുന്നുണ്ട്, ലൂനാർ പങ്ക് പാടുന്നുണ്ട്. ആൻഡ് ഇതിൽ ഭാഗ്യശ്രീ ബോയ്സ് പുള്ളിക്കാരിയാണ് മെയിൻ ലീഡിൽ വരുന്നത് ആക്ട്രസ് ആയിട്ട്. പിന്നെ സമുദ്രഖനി ഉണ്ട്. ആൻഡ് ഈ സിനിമ റാണു ദഗുപതി ദുൽഖറൊക്കെ ഫ്രണ്ട്സാണ്, അവരും ചേർന്നൊക്കെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് November 14 ഇന്ത്യ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ജവഹർലാൽ നെഹ്റുവിൻ്റെ ബർത്ത്ഡേക്ക് എന്നാണ് സിനിമ റിലീസ് ചെയ്യുന്നത്. ആൻഡ് ഇന്ത്യയിൽ അതൊരു ചിൽഡ്രൻസ് ഡേയും കൂടെയാണ്. അപ്പം അന്നാണ് സിനിമ റിലീസ് ചെയ്യുന്നത്. ആൻഡ് ഐ എം ഈഗർലി എക്സൈറ്റഡ് ടു വാച്ച് വാട്ട് ഈസ് അവിടെ എന്താണെന്ന്, ദുൽഖർ എന്താണ് പണി വെച്ചിരിക്കുന്നതെന്ന്. സത്യം ഇതിന് കിട്ടില്ലായിട്ട് ദുൽഖർ അഭിനയിച്ച് തള്ളും. ആ പടത്തിൽ തന്നെ ദുൽഖറിന് കണ്ട ഒരു ആപ്റ്റായിട്ടുള്ള റോൾ പോലെയാണ് എനിക്ക് തോന്നുന്നത് ഇതൊക്കെ ചെയ്തപ്പോൾ. എനിക്ക് ഒരുപാട് പറയണമെന്നുണ്ട്. കാരണം രാജ് ഓഫ് കാന്ത ലിറിക് വീഡിയോ സൂപ്പർ. ആ ലിറിക്സ് ആവട്ടെ, ആൻഡ് ആ ഒരു ലിറിക് വീഡിയോ ചെയ്ത ആ ഒരു വിഷ്വൽസ് ആയിരിക്കട്ടെ, എല്ലാം പക്ക ഒരു ക്വാളിറ്റി സ്റ്റഫ് തന്നെയാണ് പറഞ്ഞത്. സത്യം പറഞ്ഞാൽ വെയ്ഫെയർ ഫിലിംസ് ഈസ് ഈക്വൽ ടു ക്വാളിറ്റി പ്രൊഡക്റ്റ്.